പുറത്തങ്ങ മറിച്ചപ്പോ കബർ വൈത്തി കെട്ടിയാർ. അത് ഇത്ര എത്ര ദലീൽ? നാ കേൾക്കുന്ന നിങ്ങൾക്കാൽ ഇമാം ഷാഫി അംഗീകരിച്ച ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബ് പിൻപറ്റങ്ങമയോ ഷാഫി മദ്ഹബ് അംഗീകരിച്ചമ്മയോ കബർ വൈത്തി കെട്ടരുത്. നിങ്ങൾ പിന്നെ ജീവനത്തിൽ കബർ വൈത്തി ஷாஃபி ஆல்மார் நாங்க ஷாஃபி ஆல்மார் நாங்க ஷாஃபி மதபு பின்பற்றங்க சொல்றாங்க. காலி பாய் வல்கத்தில் மாத்திர நாங்க ஷாஃபி ஆல்மார் അല്ലേ? ഇമാം ഷാഫിക്കും ഇങ്ങ് ഒരു ബന്ധവും ഇല്ല. നെയ്യപ്പിന്ന പോലെ നെയ്യപ്പ അപ്പ നെയ്യപ്പ ചൊല്ലുമ്പോ നെയ്യില്ലേ ഇല്ല അതിൽ. അതേപോലത്തെ വിഷയ ഇമാം ഷാഫിയുടെ മദ്ഹബ്. ഇമാം ഷാഫിയുടെ എന്തേ ഒരു കാര്യം നിങ്ങൾ എടുക്കാറ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ചൊന്നതിരെ 90% നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾ സലഫി അവിടെ 90% സലഫി അവിടെ, പിന്നെ ഒരു 10% ഉള്ളി അല്ലേ? അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ എന്തിരിച്ചൊന്നറി ഖബർ വൈത്തികെട്ട വിഷയത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എന്തിരിച്ചൊന്നറി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് നായിപ്പ ചൊന്ന ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഷാഫി മദ്ഹബുകാരനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി ചൊല്ലു നോക്കൂ. ഫീഹി അന്ന സുന്നത അന്നൽ ഖബ്ർ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ വലാ യുസന്നം. അതെ, സുന്നത്തെ ഇട്ടിക്കർ എന്തേ കബർ വൈത്തി കെട്ടരുതല്ല, സുന്നത്തെ ഇട്ടിക്കർ. ഈ ഹദീസിൽ നമുക്ക് കാണ്ട് സുന്നത്തെ ഇട്ടിക്കർ അന്നൽ ഖബ്ർ ലാ യുർഫഉ അലൽ അർള്, ഭൂമിയിൽ നിന്ന് ഖബർ വൈത്തി കെട്ടുത്തീറ റഫ്അൻ കസീറ ചമ്മ വൈത്തി കെട്ടുത്തീറ വലാ യുസന്നം അതിൽ കുബ്ബ ഉണ്ടാക്കുകയും തീറ. ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ ഒരു ചാണ് മാത്രം എത്തിക്കുന്നു വൈത്തുനായേ തീന്തില്ല. വഹാദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇതേ തിക്ർ മദ്ഹബു ശാഫിഈ ഇമാം ഷാഫിയുടെ അഭിപ്രായ ചൊന്ത ഇമാം നബവി റഹ്മത്തുള്ളാഹി ചൊല്ലു. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫിയുടെ അഭിപ്രായ ഇമാം നബവി റഹ്മത്തുള്ളാഹി ചൊല്ലു. ഇതേ തിക്ർ ഇമാം ഷാഫിയുടെ അഭിപ്രായ എന്തേ ഒരു ചാണ് മാത്രം വൈത്തി കെട്ടും. അതിനായിട്ട് യാർ ആവു തീരാ ചൊല്ലത് എന്തേ? ഇമാം ഷാഫിയോടുണ്ട് നിങ്ങൾ ജീവനത്തിൽ ഞങ്ങൾ ഷാഫി മദ്ഹബ് പിൻപറ്റുறாங்க, ഷാഫി മദ്ഹബിനെ ഫോളോ ആക്കുறாங்க. ഇതില്ല, ഇത് തീന്തില്ല. നോക്കൂ, നിങ്ങൾ ഫത്ഹുൽ മുഈൻ, ഫത്ഹുൽ മുഈൻ നിങ്ങളത് വലിയൊരു എന്തേ ആദരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇട്ടിക്കർ. തിരിഞ്ഞു മറിഞ്ഞെങ്കിൽ ഫത്ഹുൽ മുഈനെ, ഫത്ഹുൽ മുഈനില്ലാത്ത ഒരു കല്ലില്ല. ഈ ഫത്ഹുൽ മുഈനിൽ ആറ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കിതാബ് എത്തിക്കർ. ഇതിന് മുന്നോടി എഴുതിയാറ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അയാളില് ആ ഫത്ഹുൽ മുഈനിൽ കാണ്ട് അതില് ഇപ്പൊ മലയാള പരിഭാഷ വന്നത്. അപ്പൊ അതില് എഴുതേ കബറിനുള്ളിലോ കബർ മുകളിലോ ആവശ്യമില്ലാത്ത പടുത്തുയർത്തലുകൾ കറാഹത്താണ്. കറാഹത്തൈറ്റിക്ക് സുന്നത്തുണ്ടല്ല, കബർ വൈത്തി കെട്ടെടുത്ത് സുന്നത്തുണ്ടല്ല, അത് കറാഹത്തൈറ്റിക്ക്. കറാഹത്ത് എന്ದ್ರೆ ആക്കു തീരാത്തതൈറ്റിക്ക്. അലവി സഖാഫിറൊട്ടിക്ക് ഈ വിഷയം കേട്ടപ്പോ ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് കേട്ടപ്പോ അലവി സഖാഫി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. ഒന്നാമത് ജാറം ഉണ്ടാക്കുമ്പോൾ അത് പൊളിച്ചു കളയണമെന്ന് ഫത്ഹുൽ മുഈനിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഇല്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് സാധാരണ ആൾമാരൊട്ടി അങ്ങനെ ചൊന്തു പോവാ ബച്ചവാവാ. ഫത്ഹുൽ മുഈനിൽ ഉണ്ട്, അത് കറാഹത്തെ തീന്തില്ല. അത് നിരോധിക്കുന്ന ഹദീസ് സ്വഹീഹ് വന്നിട്ടുണ്ട്, സ്വഹീഹായി വന്നിട്ടുണ്ട്. സ്വഹീഹായിട്ട് വന്നർ അതിന് ഖബർ വൈത്തി കെട്ടരുത് നിരോധിക്കരുത് സ്വഹീഹായ ഹദീസ് വന്നറ്. ആരെങ്കിലും കിളച്ചു മരിക്കുമെന്നോ മൃഗങ്ങൾ മാന്തുമെന്നോ ജലപ്രവാഹത്താൽ തകരുമെന്നോ ഭയമുണ്ടെങ്കിൽ കറാഹത്തില്ല. അതായത് ആരെങ്കിലും ഇപ്പൊ കണ്ടെടുക്കുമ്പോഴത്തേക്കു ചിലപ്പോ അത് ഒരു ഖബറുണ്ട്, ആ ഖബർ കണ്ടെടുക്കുന്ന സന്ദർഭത്തിൽ ബന്ത് അതിങ്ങനെ എടുത്തു പോകണ്ടേ ആ ഒരു പേടി ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ಬೆಲ್ಲ ಬಂತು ನಾಶ ಹಾಕಿರಂತ ಪೇಡಿನೇ ಅಪ್ಪ ತೆಲ್ಲಂದಾಕ ಕಬರ್ ಗುರ್ತತ್ತಗ ಇತ್ತು ತೆಲ್ಲು ಒಯ್ತ ಅದಲ್ಲ ಅಂಟೆ ಬೇರೆ ഒരു രീതിയിൽ കബർ വൈത്തോകുത്തീറാ. മേൽപ്പറഞ്ഞ കാരണങ്ങളൊന്നുമില്ലാതെയാണ് അത് കെട്ടിയതെങ്കിൽ, അതിന്മേൽ കുബ്ബയുണ്ടാക്കിയതെങ്കിൽ ആ സ്ഥലം പൊതു ശ്മശാനമോ പൊതുവായി നൽകിയ ആളെയും അടിസ്ഥാന സ്വഭാവവും അതേപോലെ അറിഞ്ഞാലും ഇല്ലെങ്കിലും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമോ ആണെങ്കിൽ ഹറാമാണ് അല്ലെ? അത് പൊതു സ്ഥലമായിട്ടായെങ്കിൽ അത് അങ്ങനെ ഖബർ വൈത്തി കെട്ടരുത്, ഹറാമൈത്തിക്കറ്. അപ്പോൾ അത് പൊളിച്ചു മാറ്റൽ നിർബന്ധമാണ്. നോക്കൂ, അത് എടുക്കരുത്, അതിന് ഇല്ലാണ്ടാക്കരുത്, നിർബന്ധത്തിക്കറ്. ഇത് ഫത്ഹുൽ മുഈനിലുള്ളേ, നിങ്ങളെ ഫത്ഹുൽ മുഈനിലുള്ളേ സൈനുൽ മഖ്ദൂം ചൊല്ലുന്ന ഖോജ എഴുതിയ ആ കിതാബ്. അപ്പൊ നിങ്ങൾ പഠിച്ചതേ നിങ്ങൾക്ക് അംഗീകരിക്കുകയില്ല ഖബർ വൈത്തി കെട്ട വിഷയത്തിൽ.
തീർത്തില്ല. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ പൽക്ക് നോക്കൂ. മുപ്പാടെ ചൊന്ന ഇമാം നവവി ഇമാം ഷാഫിയുടെ അഭിപ്രായ ചൊന്നിട്ടല്ലേ. ഇനി ഇമാം ഷാഫി ഖുദ് ചൊന്നത് സ്വന്ത അൽ ഉമ്മു ചൊല്ലേ ഇമാം ഷാഫിയുടെ കിതാബിൽ ചൊന്നത് നോക്കൂ. വഇന്നമാ ഉഹിബ്ബു അൻ യുഷ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു വഉഹിബ്ബു അൻ അല്ലാ യുബ്ന വലാ യുജസ്സസ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ചൊന്നെങ്കിൽ കബറ് ഒരു ചാണ്ട് മേലല്ലാണ്ട് കെട്ടത് ನಾನು ஒரு சான்ற மேಲು ಆವಂಟೆ ஒரு ಚಾಣ ಮಾತ್ರ ಇಟ್ಟಿಕ್ರ ಖಬರು ಮೇಲು ಬರ್ನಾಯಿ ಅದೇ ಇಟ್ಟಿಕ್ರ ನಾ ಇಷ್ಟಪಡ್ರೆ ವಉಹಿಬ್ಬು ಅಲ್ಲ ಯುಬ್ನ ಆ ಕಬರ್ರ ಮೇಲೆ ವೈತಿಗೆಟ್ಟறது ನಾನು ಇಷ್ಟಪಡಿಲ್ಲ. അതേപോലെ അതിൽ സിമെന്റ് അടിക്കരുത് ഞാൻ ഇഷ്ടപ്പെടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ള ഇത് അംഗീകരിക്കുക നിങ്ങൾ തയ്യാറുള്ളാറാ? മുസ്ലിയാക്കന്മാർ എന്തായാലും തയ്യാറുള്ളാറുണ്ട് ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ അങ്ക് കിട്ടുന്ന വരുമാനതുവേ അല്ലേ, ജാറിന്നെങ്കിൽ വരുമാന എല്ലാത്താണ്ടി സുലാഭത്തെ കച്ചവട ദുനിയാവുലു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് സുലാഭത്തിൽ കിട്ടുന്ന കച്ചവടം എത്തിക്കറി ഈ ജാറ. ഏതെങ്കിലും ഒരു ജാരത്തിൽ ഊടെ കാസിടണ്ടാണ്ട് എഴുതിയതുണ്ട, അങ്ങനെ എഴുതുക ധൈര്യം ഉണ്ട അല്ലേ? അങ്ങനെ എഴുതുക ധൈര്യം അങ്ങനെ എഴുതിനെ 3-4 ആ ജാറ, പിന്നെ 4ാമത്തെ നാലിക്കാല. അപ്പൊ ജാറത്തിൽ എനിക്കുള്ള വലിയ വരുമാനം ഉള്ള സബുലു അങ്ങെന്താക്കാറ് ഇതെല്ലാം എടുക്കുക അങ്ങ് റെഡി ഇല്ല, ഇതെല്ലാം എടുക്കുക റെഡി ഇല്ല. ಅದಕ್ಕೆ സാധാരണ ആൾമാർ സാധാരണ ആലോചന ആക്കുന്ന ആൾമാരോട് ചൊല്ലേ ഇമാം ഷാഫിഈയുടെ അഭിപ്രായത്തിലെ കബറ് വൈത്തി കെട്ടരുത് തീരാണ്ട് എത്തിക്കരുത് നമുക്ക് കാണാൻ സാധ്യവും. കബറ് വൈത്തരുത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അംഗീകരിക്കാത്തതും അത് ഇഷ്ടപ്പെടാത്തതുമായി തിക്കറ് ചൊല്ലാൻ നാം മനസ്സിലാക്കും.